കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ബിഗിനിങ് ഓഫ് ദി ഇന്ത്യൻ്റെ സീസൺ 3 എപ്പിസോഡ് 90 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനാണ്. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. കാര്യം നിങ്ങളുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിലും പലരും ഇപ്പോൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ആർത്തർ പറയുന്നുണ്ട്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ആലിയുടെ മരണം എന്തായാലും ആരും കാണാതെ പോകത്തില്ലെന്ന്. അവളുടെ മെമ്മറീസിലൂടെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ആ ബ്ലാക്ക് ഹോൺ ഡീമൺ ഒരാൾ മാത്രമല്ല, അതിൽ കൂടുതലുണ്ട്. കാര്യം ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ട്, സിൽവിയുടെ കേബിൾ വെച്ച് തന്നെ. എന്തായാലും അവർക്ക് വേണ്ടത് അന്ന് സിൽവിനെയാണെങ്കിൽ ഇപ്പോൾ അവർ വന്നിരിക്കുന്നത് ഡിക്കാത്തിനെ തേടിയാണ്. ഇനി അവർ ഈ ലോകത്തിനെ തേടി വന്നാലും ഇവിടെ പ്രത്യേകിച്ച് ഒന്നും മാറാനില്ല. ഞാനൊരു കോഡ്ര എലമെൻ്റ് മേജ് ആണെങ്കിലും ഞാൻ അല്ലെങ്കിലും ഇവിടെ ഒന്നും ചെയ്യാനുമില്ല. കാര്യം ആ ഡീമൻ പറയുന്ന പോലെ ഒരു യുദ്ധത്തിന് വേണ്ടിയാണ് അവർ മുന്നോട്ട് വരുന്നതെങ്കിൽ എനിക്കിവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ സ്നേഹിക്കുന്നവരെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും സ്ട്രോങ്ങറായി മാറണം. അത് കഴിയാൻ നേരത്ത് ആർത്തർ തൻ്റെ മാജിക്കിലൂടെ അവളെ ഫുൾ ഐസിൽ പൊതിഞ്ഞു കെട്ടുന്നുണ്ട്. എന്നിട്ട് പറയും നീ പേടിക്കേണ്ട, നീ അധിക നേരം ഇവിടെ ഒറ്റക്കാവുന്നതല്ല. ഞാൻ എന്തായാലും ആൾക്കാരെ പറഞ്ഞു വിടുന്നതായിരിക്കും. നിങ്ങളോട് എല്ലാവരോടുമാണ് ഞാൻ ഈ പറയുന്നത്. ഈ സമയത്ത് തന്നെ സിൽവിയോടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. ആർത്തർ പറയുന്നുണ്ട്, സിൽവി താങ്ക്സ് പപ്പ. കുഴപ്പമൊന്നുമില്ലടി, ഞാൻ ഓക്കെയാണ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് പോയാലോ? എന്തായാലും ഇതിൽ കൂടുതൽ നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല. അതും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടുന്ന് നടക്കുവാണ്. അത് കഴിയുന്നത് തന്നെ സിൽവി അവനെ കൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ആർത്തർ സിൽവിയും കൂടെ നടന്നു വരുന്നതായിരുന്നു. അവരാട്ടെ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഇന്നവൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ ആരാണ്? നീ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്ക്. അവൻ പറഞ്ഞു, എൻ്റെ പേര് ആർത്തർ ലെവിൻ എന്നാണ്. ഞാൻ സൈറസ് അക്കാഡമിയിലെയാണ്. അത് മാത്രമല്ല വിഡോ സ്ക്രിപ്റ്റിലേക്ക് പോയിട്ട് ഞാൻ ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്. അല്ല, നീ വിഡോ സ്ക്രിപ്റ്റിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇൻസിഡൻ്റ് ആണെന്ന് അത് നിൻ്റെ കാര്യമായിരുന്നോ? അതെ. അപ്പം തന്നെ ഒരുത്തൻ ഓടുന്നുണ്ട്. പറയുകയും എത്രയും പെട്ടെന്ന് സൈറസ് അക്കാഡമിനെ അഡ്വഞ്ചർ ഗിൽഡിനെ അറിയിക്കാൻ നോക്ക്. യെസ് സാർ. നിന്നെ തിരയാൻ വേണ്ടി ഒരു ടീമിനെ തന്നെ അയക്കാൻ വേണ്ടി പോകുമായിരുന്നു. നിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ എന്തായാലും ഒരു എമിറ്ററിനെ കാണാം. നിൻ്റെ വൂൺസൊക്കെ ഒന്ന് ഹീൽ ചെയ്യണ്ടേ? സാർ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ അവിടെ വരുന്നതിന് മുമ്പ് എനിക്കൊന്ന് എൻ്റെ വീട് വരെ ചെല്ലണം. എനിക്ക് അവരെ ഒന്ന് കാണണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നാളെ തന്നെ ചെയ്തോളാം. അവനങ്ങനെ അവസാനം അത് സമ്മതിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആർത്തർ തൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. പക്ഷേ ആർത്തറിന് അവൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറാനുള്ള ധൈര്യമില്ലായിരുന്നു. അവൻ പറയുന്നുണ്ട്, എല്ലാവരും എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുമായിരിക്കും. ഞാൻ എങ്ങനെയാണ് അകത്തേക്ക് കയറിയിട്ട് അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അവളോട് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നും പറഞ്ഞിട്ട് ആർത്തർ അവിടെ ഇരിക്കുമായിരുന്നു. ആലിയയുടെ അവസാനത്തെ വാക്കുകൾ എന്നെ നന്നായിട്ട് എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. അവൾ ഒറ്റക്കാവുന്നുള്ള അവളുടെ പേടിയും അവൾക്ക് മരണത്തിനോടുള്ള പേടിയും എല്ലാം എന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. ഇനി ലക്കാണെങ്കിലും ഇനി ആരെങ്കിലും ഇത് ചെയ്തതാണെങ്കിലും അവൾക്കും എന്നെപ്പോലെ തന്നെ മറ്റൊരു ലൈഫ് കിട്ടിയാൽ മതിയെന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് റേ എവിടേക്കും നടന്നു വന്നിട്ട് പറയുന്നുണ്ട്, ഇത് നല്ല കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ സിറ്റിയുടെ ഭംഗി നന്നായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റും. അച്ഛാ നീ ഒന്നും മിണ്ടണ്ടാ, നീ അവിടെ ഇരിക്കാൻ നോക്ക്. അങ്ങനെ അവനും വന്ന് അതിൻ്റെ ആർത്തൻ്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയും നിൻ്റെ അമ്മയ്ക്ക് അത്യാവശ്യം മൈനറുള്ള വൂൺസൊക്കെ ഹീൽ ചെയ്യാൻ പറ്റും. പക്ഷേ നിന്നെ ഈക്വാലിറ്റി കണ്ടു കഴിഞ്ഞാൽ അവൾക്കത് താങ്ങാൻ പറ്റത്തില്ല. നീ എന്തിനാണ് ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത്? ഇത്ര ഫോഴ്സ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? എല്ലാവർക്കും അവരുടേതായ ബാറ്റിൽ ഉണ്ടാകുമല്ലോ. സോ നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ എന്തായാലും നിനക്ക് വേണ്ടി ഇവിടെ തന്നെ കാണും. നീ ജയിച്ചു വരാൻ നേരത്ത് നിന്നെ പ്രശംസിക്കാനായിട്ട്. ആർത്തർ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരൊറ്റ ബാറ്റിൽ മാത്രമല്ല. അതുകൊണ്ട് തന്നെ ചില സമയത്ത് നമ്മൾ താഴെ വീണു പോകും. പക്ഷേ നമ്മൾ ഒരിക്കലും അതോർത്ത് വിഷമിക്കാൻ പാടില്ല. നമ്മൾ വീണ്ടും മുന്നോട്ട് പോകണം. നമ്മൾ വീണ്ടും എഴുന്നേറ്റ് നിൽക്കണം. അതിൽ നിന്ന് പഠിക്കണം. അതിൽ നിന്ന് നമ്മൾ സ്ട്രോങ്ങറായി മാറണം. ഈ സമയത്ത് ആർത്തറാട്ടെ അവൻ്റെ തൊട്ടടുത്തിരുന്നുകൊണ്ട് പൊട്ടി കരയുമായിരുന്നു. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. ആർത്തറാട്ടെ ഒരു സ്ഥലത്ത് ഇരിക്കുമായിരുന്നു. അവൾ ചോദിക്കുന്നുണ്ട്, നിനക്കെൻ്റെ ഓഫീസിലേക്ക് വന്നാൽ പോരായിരുന്നോ? ഇവിടുത്തെ വ്യൂ കുറച്ചുകൂടെ ബെറ്ററാണ്. നിൻ്റെ ബോണിന് എനിക്ക് കാണാൻ മേലല്ലോ. അവളെന്തായാലും ഞാൻ വീട്ടിൽ നിർത്തിയിരിക്കുവാണ്. എന്ത് പറ്റി? എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ? എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാനായിട്ട്? ഞാൻ അമ്മയുടെ അനിയത്തിനും പറഞ്ഞിരുന്നു ഇത് കഴിയുമ്പോൾ ഷോപ്പിങ്ങിന് പോകാമെന്ന്. അല്ലാത്ത എന്തെങ്കിലും പറ്റിയോ? ക്ലോസർ ഗ്ലോറി എന്നോട് ഓൾറെഡി പറഞ്ഞിരുന്നു ആ ഒരു അനോമലിനെ പറ്റി, സ്നാർലെസിൻ്റെ ക്യൂവിനെ പറ്റി. വേറെ എന്തെങ്കിലും സംഭവിച്ചോ അവിടെ? പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേക്കുകയും എന്നിട്ട് പറയും ഇതാണ് അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആ സാധനം അവളുടെ കയ്യിലേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് കണ്ടപ്പോൾ അവൾ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. അവൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ലാൻസ് ആലിയ, ഇത് അവളുടെ? അതെ, അവൾ മരിച്ചിരിക്കുന്നു. അവളും അവളുടെ പൂർണ്ണമായിട്ടുള്ള ടീമും എല്ലാവരും വിഡോ സ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും താഴത്തുണ്ട്. അവരുടെ ബോഡീസൊക്കെ ഞാൻ അവിടെ ബെറി ചെയ്തിട്ടുണ്ട്. ലാൻസ് ആലിയ മരിച്ചോ? അല്ല, അവരപ്പോൾ ഓൾറെഡി ഇവിടേക്ക് എത്തിയോ? ആർത്തർ എന്നോട് ക്ഷമിക്കുക. എന്തായാലും നീ എന്തെങ്കിലും കണ്ടോ? ഇതിൻ്റെ കോസ് നീ കണ്ടോ?
അപ്പോൾ പെട്ടെന്ന് ആർത്തർ ശ്രദ്ധിക്കുന്നുണ്ട്. അവളുടെ ടോണും അവളുടെ സ്വഭാവവും എല്ലാം ഒന്നും മാറി. ആ ടൈമിൽ ആർത്തർ പറയും ചെയ്യും, ഇല്ല ഞാനൊന്നും കണ്ടില്ല. അങ്ങനെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കൗൺസിലിനെ എത്രയും പെട്ടെന്ന് ഇത് അറിയിക്കുന്നതായിരിക്കും. നീ എന്തായാലും ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആർത്തർ. ഇത് നിന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നേരെ അവിടുന്ന് പോകുവാണ്. ഈ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, അങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമായി ആർത്തർ അവരെല്ലാവരോട്ട് ഷോപ്പിങ്ങിന് പോയിരിക്കുവാണ്. പക്ഷേ ആർത്തറിന്റെ മുഖമായിട്ട് അതങ്ങോട്ട് പഴയ പോലെ ആയിട്ടില്ല. അത് ആലീസിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അവരായിട്ട് ഒരു തുണിക്കട കയറിയപ്പോഴാണ് പെട്ടെന്ന് അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ആൻറ്റി, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഈ എലിക്സറൊക്കെ കിട്ടുന്ന അങ്ങനെ എന്തെങ്കിലും കടയുണ്ടോ, ലൈക്ക് ട്രെയിനിങ് മെറ്റീരിയൽസ്? ഓ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് ഫേമസ് ആയിട്ടുള്ള ഒരെണ്ണമുണ്ട്, നീ എന്തായാലും അവിടെ പോയി നോക്ക്. ആർത്തർ ഞങ്ങളും വരട്ടെ. ആ ടൈമിൽ തന്നെ എലി പറയുന്നുണ്ട്, അമ്മ അതേ സിൽവിനെ നോക്കിയേ. പെട്ടെന്ന് സിൽവിയുടെ അടുത്തേക്ക് അവൾ ഓടിയപ്പോൾ ആർത്തർ പറഞ്ഞു, നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്ത് ഞാൻ അവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഈ സമയത്ത് സിൽവിയായിട്ട് അവിടെ പെട്ടിരിക്കുവാണ്. അങ്ങനെ ആർത്തർ മുന്നോട്ട് നടക്കുവാണ്. ആർത്തർ മുന്നോട്ട് നടക്കുന്ന വഴിയാണ് പെട്ടെന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആരുടെയോ പെറ്റ് മരിച്ചിട്ട് ചെറിയൊരു ശവകുടീരം പോലെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണാറുണ്ട് ആർത്തറിന് വീണ്ടും ആ ഓർമ്മകളാണ് വരുന്നത്. അങ്ങനെ അവൻ വീണ്ടും മുന്നോട്ട് നടന്നു ഒരു കോർണറിലെത്തിയപ്പോൾ അവനൊരു സ്ഥലം കണ്ടു. അപ്പോൾ ആലോചിക്കുന്നുണ്ട്, ആൻറ്റി പറഞ്ഞത് ഈ സ്ഥലത്തിനെ പറ്റിയാണോ? ഇത് കണ്ടിട്ട് അത്ര ഫേമസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ സത്യം പറഞ്ഞാൽ പോഷൻസ് ആണോ അതോ ഇനി പോയിസൺസ് ആണോ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ മുന്നോട്ട് നടക്കും. ആ സമയത്ത് പെട്ടെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്, അല്ല മകനെ എന്തെങ്കിലും ചേഞ്ച് കാണുമോ? പക്ഷെ പെട്ടെന്ന് ആർത്തർ ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം അവനവനെ സെൻസ് ചെയ്യാൻ പോലും സാധിച്ചില്ല. അവിടെയായിട്ട് ഒരു കിളവനായിരുന്നു. അവൻ പറയും ചെയ്യും, നീ എന്താ വല്ല പ്രേതത്തിനെ കണ്ടോ? ഞാനൊരു പാവപ്പെട്ട കിളവൻ മാത്രമല്ലേ? ആ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആർത്തർ നേരെ പോക്കറ്റിലേക്ക് കൈയിടുകയും ചെയ്യും. എന്നിട്ട് ഒരു സാധനം എടുത്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ തട്ടിപ്പറിച്ച് മേടിക്കുകയും ചെയ്യും. എന്നിട്ട് പറയും ചെയ്യും, എന്തായാലും താങ്ക്സ് കേട്ടോ. അയ്യോ അത് സിൽവർ കോയിനല്ലേ? അല്ല ഞാൻ ഇതെല്ലാം തരാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞിട്ട് അവൻ വേറൊരു കോയിൻ എടുത്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ കിളവൻ അവിടെ നിന്ന് പോയിരുന്നു. ആർത്തറാട്ടെ ഞെട്ടിത്തെറിച്ച് പോയി. കാര്യം അതിന് 100 പേർത്തുണ്ടായിരുന്നു. അങ്ങനെ പൈസ പോയ സങ്കടത്തിൽ അവൻ നേരെ മുന്നോട്ട് നടക്കും. മുന്നോട്ട് നടക്കാൻ നേരത്താണ് ആ കടയുടെ ഹാൻഡിൽ അവൻ ശ്രദ്ധിക്കുന്നത്. അതാട്ടെ ഒരു ടെസ്റ്റ് പോലെ അവൻ തോന്നി. കാര്യം അതിൻ്റെ ഒന്ന് മാന് എമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതങ്ങനെ അവൻ പാസ്സായി അത് തുറക്കുകയും ചെയ്യും. അകത്തേക്ക് കയറിയപ്പോൾ പറയുന്നുണ്ട്, ആ കസ്റ്റമർ വരൂ, ഞാനെങ്ങനെയാണ് നിന്നെ ഹെൽപ്പ് ചെയ്യുന്നത്? ഡാ കിളവ, എൻ്റെ പൈസ തിരിച്ചു തരാൻ നോക്കുന്നു പറഞ്ഞിട്ട് അവൻ നേരെ ചാടുന്നുണ്ട്. നീ ഒരു ഹോംലെസ് അല്ലായിരുന്നോ? ഹോംലെസ്സോ? ഞാൻ ഹോംലെസ് ആണെന്ന് നിന്നോട് പറഞ്ഞില്ലല്ലോ, നീയല്ലേ അങ്ങനെ വിചാരിച്ചത്? എന്തായാലും ഒരു കാര്യം ചെയ്യും, നീ പൈസ തന്നല്ലേ, സോ ഈ പൈസക്ക് മുതലായുള്ള സാധനം ഇവിടെ എന്തായാലും ഉണ്ട്, നീ പോയി തിരഞ്ഞെടുത്തോ. ഒരു സിൽവർ കോയിന് വേർത്തായിട്ടുള്ളത് ഇവിടെ ഉണ്ടെന്നോ? പിന്നല്ലാതെ നീ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിനക്ക് ഉറപ്പായിട്ടും കിട്ടും. ആർത്തർ പിടിച്ചു നിൽക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് ആർത്തർ നേരെ മുന്നോട്ട് നടക്കുവാണ്. അവൻ ചോദിക്കുന്നുണ്ട്, ഈ കട നിങ്ങൾ ക്ലീൻ എങ്കിലും ചെയ്യാറുണ്ടോ? എന്ന് പൊടിയാണെന്ന് നോക്കണേ. അയ്യോ ഈ കിളവനല്ലാടെ ഇവിടെ നിൽക്കുന്നത്, എല്ലാം കൂടെ ചെയ്യാൻ കുറച്ച് പാടല്ലേ, നീ എന്തായാലും നോക്കുന്ന പറഞ്ഞിട്ട് ആർത്തർ നേരെ മുന്നോട്ട് നടക്കും. പെട്ടെന്നാണ് ഒരു കാര്യം അവൻ ശ്രദ്ധിച്ചത്. അവൻ നോക്കുന്നിടത്ത് തൊട്ട് മുകളിൽ ഒരു പൂച്ച നിപ്പോട്ടായിരുന്നു. ആ പൂച്ചയാട്ടെ അവനെ തന്നെ തിരിച്ച് തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അത് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യും. പക്ഷെ ആർത്തർ അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ മുന്നോട്ട് പോയി ഒരു സാധനം എടുക്കുന്നുണ്ട്. അതാട്ടെ ഒരു മോതിരമായിരുന്നു. പെട്ടെന്നായിരുന്നു അതിനന്ന് വെള്ളം ചീറ്റിയത്. ആർത്തർ നന്നായിട്ട് ഞെട്ടിത്തെറിച്ചു പോയി. അവൻ പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, അത് ജസ്റ്റ് ഒരു വാട്ടർ ഗണ്ണ് പോലെയെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അതവിടെ വെക്കുകയും ചെയ്യും. എന്നിട്ട് പറയും ചെയ്യും, കോപ്പ് ഇവിടെ നിന്ന് നല്ല ഒരു ഗുണമുള്ള സാധനം പോലും ഇല്ലെന്ന് പറഞ്ഞിട്ട് അവനവിടെ ഫുള്ള് തപ്പിത്തരുകയും ചെയ്യും. ഈ സമയത്താണ് പെട്ടെന്ന് സിൽവി അവിടേക്ക് ചാടി വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, പപ്പ ഞാനിവിടെ എത്തി. പപ്പ എന്നെ ഇട്ടിട്ട് പോയില്ലേ? നീ ഇട്ടിട്ട് പോയതല്ല, നീ എന്നെ ഹെൽപ്പ് ചെയ്തതല്ലേ? അല്ല ഓൾഡ് മാൻ, എനിക്കിവിടെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് പറയുന്നിടത്താണ് പെട്ടെന്ന് അവൻ ഞെട്ടിയത്. കാര്യം ആ ഒരു കിളവൻ നമ്മുടെ സിൽവിനെ കണ്ടിട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. അല്ല താങ്കൾക്ക് എന്തെങ്കിലും പറ്റിയോ? കുഴപ്പമൊന്നുമില്ല. അല്ല എനിക്കിവിടെ ഒന്നും നല്ലതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് തരുമോ? ഓ ഇവനെ കൊണ്ട് നീ നിൽക്കി, ഞാൻ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് അവരെന്തോ പോയി തപ്പുന്നുണ്ട്. എന്നിട്ട് ഒരു സാധനം എറിഞ്ഞു കൊടുക്കുകയും ചെയ്യും. ആർത്തർ ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്താണ്? അതൊക്കെ എന്തായാലും നിനക്ക് ഉപകാരപ്പെടും, നീ ഇപ്പോൾ ഇവിടുന്ന് പോകുന്നു പറഞ്ഞിട്ട് ആർത്തറിനെ ഒന്ന് നേരെ പുറത്തിട്ടിട്ട് ആ ഡോർ അങ്ങോട്ട് അടക്കുകയും ചെയ്യും. ഈ സമയത്ത് ആർത്തർ പിന്നെ ഞെട്ടി. കാര്യം ആ ഒരു പൂച്ച അകത്ത് വെച്ച് കണ്ട ആ ഒരു പൂച്ച അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതാട്ടെ ആർത്തർ നോക്കി ചിരിച്ചിട്ട് വീണ്ടും അവിടുന്ന് പോകുവാണ്. പിന്നെ കാണിക്കുന്നത് ആർത്തർ നേരെ പുറത്തേക്ക് വന്നതാണ്. ഈ സമയത്ത് നമ്മുടെ എലി അവിടെ നിന്ന് ആൾ വിളിക്കുകയും ചെയ്യും, ബ്രദർ ഇങ്ങോട്ട് വാ. അങ്ങനെ ആർത്തർ അവരെല്ലാവരും വീണ്ടും കണ്ടുകൂട്ടി. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട്, അല്ല ഞാനവിടെ പോയിട്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ, അതൊരു ഓൾഡ് ഷാബിയുള്ള പ്ലേസാണ്. ഓൾഡ് ഷാബിയോ? നീ സത്യം പറഞ്ഞാൽ അവിടെ തന്നെയാണ് പോയത്? എനിക്ക് തോന്നുന്നില്ല, നിനക്ക് വഴി തെറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ നേരെ ആ സ്ഥലം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് ആർത്തർ ശരിക്കും ഞെട്ടിയത്. പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഈ ഒരു പർട്ടിക്കുലർ സ്ഥലമായിരുന്നു. ഇത് നമ്മുടെ സൈറസിന്റെ എലിക്സർ പ്ലേസ് ആയിരുന്നു. ആൻഡ് അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.